നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ കഥ ഒരു അധോഗതി കഥയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പിണറായി സർക്കാർ അങ്ങനെയല്ല. ആ, എല്ലാ മേഖലയിലും പ്രഗത്ഭരും അതായത് പ്രാഗൽഭ്യമുള്ള കഴിവും പ്രാപ്തിയുള്ള മന്ത്രിമാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതില്ല. ആ, സ്വന്തം മരുമകനെ പൊക്കി പിടിക്കാൻ ശ്രമിക്കുന്നു, പിന്നെ തന്റെ ഇഷ്ടത്തിന് മുഴുവൻ കാര്യങ്ങൾ നയിച്ചുകൊണ്ട് പോകുന്നു എന്ന പിണറായി എന്ന മുഖ്യമന്ത്രിയുടെ സാക്ഷ്യവും പിന്നെ അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ മാത്രമാണ് കേരളത്തെ ഇന്ന് നയിച്ചുകൊണ്ട് പോകുന്നത്. അതിന് അപവാദമായിട്ട് പറയാൻ പറ്റുന്ന ഒരു മന്ത്രി വേണമെങ്കിൽ കെ ഗണേഷ്കുമാർ എന്ന് പറയാം. അദ്ദേഹത്തിന് കഴിവുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് നല്ല ഒരു മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് കഴിവുള്ള മന്ത്രിയായിരുന്നു. ആരോപണങ്ങളോ മറ്റു കാര്യങ്ങളോ അവിടെ നിൽക്കട്ടെ, അതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു മന്ത്രി എന്ന നിലയിൽ ശോഭിക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയായിരുന്നു. ആ ഒരു പാരമ്പര്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, ഗണേഷ്കുമാറിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് കഴിവും പ്രാപ്തിയും ഉണ്ട്. അദ്ദേഹം എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു വരുന്നു. പക്ഷേ കഴുത്തിന് പിടിച്ച്, നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന പോലെ കഴുത്തിന് പിടിച്ച് ഒരു കയറുമുട്ട് കുറുക്കിയിട്ട് അങ്ങോട്ട് നടന്നത് ഇങ്ങോട്ട് നടക്കുക, ചാടിക്കളിയുടെ കുഞ്ഞിരാമ എന്ന് നമ്മുടെ പിണറായി പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊത്ത് താളം തുള്ളേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അത് യദുവിന്റെ കാര്യത്തിലാണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് മനസ്സിലായത്. യദു പെട്ടെന്ന് ഒരു അന്വേഷണം, KSRTC വിജിലൻസ് അന്വേഷണത്തിൽ യദുവാണ് നിരപരാധി, അവിടെ മേയറും സച്ചിൻ ദേവുമാണ് വിളവ് കാണിച്ചത് എന്ന് തെളിഞ്ഞപ്പോ യദുവിന് വേണ്ടി സംസാരിച്ചിരുന്നു. ഡ്രൈവർ നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് മന്ത്രി മലക്കം മറിയുന്നതാണ് കണ്ടത്. CPM-നോട് വല്ലാണ്ട് ചൊറിഞ്ഞ് കളിക്കണ്ട, എനിക്ക് ആള് മാറിപ്പോയി എന്ന് പിണറായി പറഞ്ഞിരിക്കാനാണ് സാധ്യത. അതായത് സ്വന്തമായി ഒരു സ്ഥാനം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ, കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചതിന് നീ അങ്ങനെ ആളാകണ്ട എന്ന് പറഞ്ഞപ്പോ ആ ഉത്തരവ് കേട്ട് മൂലക്കിരിക്കുന്ന ഒരു മന്ത്രിയാണ് അവിടെ മുതൽ നമ്മൾ കണ്ടുവരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കുറച്ച് ഷോ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാം മറ്റുള്ളവർ അടിച്ചു പോകും എന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം 2 ഷോ നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അത്തരത്തിൽ വീഡിയോ ചെയ്യേണ്ടി വന്നത്. ആദ്യം നമുക്കറിയാം, വലിയ ഷോ നടത്തിയത്, ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തിയത്. സത്യത്തിൽ അത്തരത്തിലുള്ള ഉദ്ഘാടന പരിപാടി തന്നെ ആവശ്യമില്ല. നടത്തിയത് ഒരു എന്താ പറയാ, ഒരു പട്ടി ഷോ എന്ന് പറയാം. അങ്ങനെയാണ് പറയാം. ഒരു ഷോ, ആരെയോ കാണിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഷോ എന്നേ നമുക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് വളരെ മോശമായിപ്പോയി. അവിടെ ഒരു വേദി ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ട് ആള് കുറഞ്ഞുപോയി, ഇവര് എന്ന് കുറെ ഡയലോഗ് അടിച്ചിട്ട് അതായത് പിരിച്ചുവിട്ടേക്കണോ, ഇത് റദ്ദ് ചെയ്തേക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയാൽ മൂപ്പരെ വീട്ടിൽ നിന്ന് കീഴോട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം കൊണ്ടല്ല ആ പരിപാടി നടത്തിയതെന്ന് അദ്ദേഹം മറന്നുപോയി. ജനങ്ങളുടെ ഖജനാവിൽ നിന്നെടുത്തുന്ന പണം കൊണ്ടാണ് അത് ചെലവഴിക്കുന്നത്. ഇനി അതിനേക്കാൾ വലിയൊരു പരിപാടി ഈ പറഞ്ഞ കനകുന്ന് കൊട്ടാരത്തിന്റെ മുന്നിൽ വണ്ടി നിരത്തിയിട്ടുകൊണ്ട് ഇനി പരിപാടി നടത്തണമെങ്കിൽ അതിനുള്ള പണവും ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ വഹിക്കേണ്ടി വരും. അല്ല അദ്ദേഹം കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല. പക്ഷെ എന്തിനാണ് ഈ നാടകത്തിന്റെ ആവശ്യം? വണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ കൊടുത്തേക്കണം. അതിനൊരു ഫ്ലാഗ് ഓഫിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. ഖജനാവിൽ നിന്ന് പണമെടുത്ത് കൊടുത്ത് സാധനം വാങ്ങുന്നു. ജനങ്ങളുടെ അക്കൗണ്ടിൽ നിന്നാണ് പണം എടുത്ത് കൊടുക്കുന്നത്. ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് പണം എടുത്ത് കൊടുക്കുന്നത്. മൂപ്പര് ഇഷ്ടത്തിന് മൂപ്പര് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് കുറെ വണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് അത് സർക്കാരിന് കൊടുക്കാൻ വേണ്ടി വേണമെന്ന് ഉദ്ഘാടനം നടത്തിക്കോട്ടെ. ഇത് ജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് ഇമാതിരിയുള്ള പട്ടിപ്പണി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതവിടെ തീരുമെന്ന വിചാരിച്ചേ. എന്നിട്ടാണ് അടുത്ത ദിവസം അടുത്ത പണി. ഈ വണ്ടി, സർവീസ് വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSRTC ബസ്സുകൾ എന്ന് പറഞ്ഞാൽ 10-25 കിലോമീറ്റർ മാത്രം ഓടുന്ന വണ്ടികളല്ല. അത് അമ്മാതിരി ഓട്ടം ഓടി വരുന്നതാണ്. ഒരു യാത്രയിലും എത്ര കുപ്പി വെള്ളം കുടിക്കുന്ന അവർക്ക് തന്നെ അറിയില്ല. ഈ കുപ്പിയൊക്കെ പുറത്തേക്ക് വലിച്ചെറിയണമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു KSRTC ബസ്സിൽ, AC ബസ്സുകളുടെ കാര്യമല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു KSRTC ബസ്സിൽ ഈ കുപ്പികൾ മര്യാദയ്ക്ക് അവരുടെ ബാഗോ കുപ്പിയോ ഒക്കെ വെക്കാനുള്ള എന്തെങ്കിലും സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ടോ? ഒരു സൗകര്യമില്ല. KSRTC അടക്കമുള്ള സകല വണ്ടിയും ഓടിക്കാൻ അറിയുന്ന ആളാണ് ഈ മന്ത്രി. വെറുതെ താളമടിക്കാൻ മാത്രമല്ല. അങ്ങനെ ഉള്ള ഒരാൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് അവിടെ പെരും ചൂടിൽ വെന്തുരുകുന്ന ഒരു ഡ്രൈവറും കണ്ടക്ടറും, അവർക്ക് കുടിക്കാൻ വെള്ളം വേണം. പിന്നെ അതിൽ യാത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് കുറെ കേസ് കണക്കിന് ചിലപ്പോൾ വെള്ളം വേണ്ടി വരും അതിനകത്ത്. അത് സൂക്ഷിക്കേണ്ടിയും വരും. അത് സൂക്ഷിക്കാൻ സ്ഥലം വേണം. അത് ഏതെങ്കിലും ഡിപ്പോയിൽ എത്തുമ്പോൾ അവരവിടെ ഡിസ്പോസ് ചെയ്തോളും, അല്ലെങ്കിൽ നിറച്ചു വെക്കും. ഏതെങ്കിലും ഒന്ന് ചെയ്യും. ഒന്നുകിൽ അത് ഡിസ്പോസ് ചെയ്യും, അതല്ല എന്നുണ്ടെങ്കിൽ ആ കുപ്പികൾ വീണ്ടും തുടർന്നുള്ള ഉപയോഗത്തിന് നിറച്ചു വെക്കും. പിന്നെ അത് വണ്ടിയിലല്ലാതെ പിന്നെ എവിടെ കൊണ്ട് വെക്കേണ്ടി, ഇത് വെച്ചു കൊടുക്കാനുള്ള സൗകര്യം മന്ത്രി വെച്ചോ? കഴിഞ്ഞ ദിവസം ആയൂരിൽ ഒരു വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഷോ കാണിക്കുന്നുണ്ട്. ആ ഷോ കാണിച്ചെന്ന് പറഞ്ഞാൽ അതിനെ ഈ പട്ടി ഷോ എന്നേ വിളിക്കാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് വിളിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് പിണറായിയും മകനും മാത്രം അങ്ങനെ ഷോ ചെയ്യേണ്ട, ഷോ ചെയ്യാൻ ഇവിടെ ഞാനും ഉണ്ട് എന്ന് മന്ത്രി ഗണേഷ് കുമാറും കൂടി കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് തോന്നിയത്. ജനങ്ങൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഏതായാലും ഈ 2 ഷോയും കണ്ടിട്ട്, KSRTC ജീവനക്കാരുടെ നെഞ്ചത്ത് കയറുന്ന ഷോയും കൂടെ കണ്ടിട്ട് ചിലരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ ഷോ കാണിക്കാനൊക്കെ പോകുമ്പോൾ ചില ഓൺലൈൻ ചാനലുകളും അല്ലെങ്കിൽ ആരുടെയും ക്യാമറയുടെ ഒക്കെ മുന്നിലാണ് കളിക്കുന്നത്. കാര്യം ഇത് നടത്തുന്നത് ജനം അറിയണമല്ലോ, മറ്റുള്ളവർ കൈയടിക്കണം. ഏതായാലും ഈ 2 ഷോയും വെറും പട്ടി ഷോ ആയിപ്പോയി. ജനം നേരെ നെഗറ്റീവ് റിവ്യൂ ആണ് തരുന്നതെന്ന് മന്ത്രി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ മോശമാണ്. ആ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തങ്ങ് പോവാ. അമ്മമാരുള്ള പരിപാടി തന്നെ വെക്കണ്ട.
അതിന്റെ ആവശ്യം തന്നെ ഇല്ല. എന്തിനാണ് ഈ ഉദ്ഘാടനം എന്ന് പറയുന്നത്? വണ്ടി അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും അവർ കൊണ്ടുപോകാൻ പറയാം, ഒരു ഫ്ലാഗ് ഓഫ് എന്ന് പറഞ്ഞ ചടങ്ങ് വേണമെങ്കിൽ അവരുടെ വകുപ്പ് ഓഫീസിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നടത്തുക, വേണമെങ്കിൽ അത്ര ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇങ്ങനെ പൊതുജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ പൊട്ടന്മാരാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഖജനാവിൽ നിന്നുള്ള പണം എടുത്തുകൊണ്ട് അതിന്റെ ആവശ്യമില്ലെന്നേ. ചെയ്തത് മഹാഭോഷ്കാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആയൂർ കാണിച്ച അതിലേറെ പൊട്ടത്തരമാണ്. അപ്പൊ ഈ വെള്ളം കുടിക്കാതെ വണ്ടി ഓടിക്കാൻ പറ്റും? ജനങ്ങൾക്ക് വെള്ളം കൊടുക്കണ്ടേ? അപ്പൊ ഇതൊക്കെ കാലിക്കുപ്പിയായി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വലിച്ചെറിയാൻ പറ്റുമോ? അതൊന്നും പറ്റൂലല്ലോ. അതൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഈ വെള്ളം വെക്കാനും മറ്റു ബാഗ് വെക്കാനും മറ്റു സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അതൊക്കെ ചെയ്തു കൊടുക്കണം. ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന്റെ സ്ഥാനത്ത് അവരെ പിടിച്ച് അപമാനിക്കാന്ന് പറഞ്ഞാൽ, മന്ത്രി കെ ബി ഗണേഷ്കുമാർ പോകുന്നത് AC കാറിലാണ്. അത്രയധികം ക്ഷീണവും കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. യാത്ര ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളമോ എന്താന്ന് വെച്ചാൽ കുടിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണമായി കഴിക്കാൻ കഴിയുന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണ്. അതുകൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. കേവലം 715 രൂപയ്ക്ക് ഓടുന്ന ഒരു ഡ്രൈവറുടെ മെക്കിട്ടാണ് ഈ കയറുന്നതെന്ന് ആലോചിക്കണം, ഒരു കണ്ടക്ടറുടെ. അപ്പൊ അവരുടെ മേക്കിട്ട് കയറുമ്പോൾ അവർക്ക് മാനാഭിമാനമുണ്ട്. ആ അഭിമാനത്തിന് താങ്കൾ വകവച്ചു കൊടുക്കേണ്ട ആളാണ്, താങ്കൾ മാതൃകയാക്കേണ്ട ആളാണെന്ന് മനസ്സിലാക്കണം. അതാണ് വേണ്ടത്. ആ സ്ഥാനത്ത് അവരുടെ ആത്മാഭിമാനത്തെ മണ്ടയ്ക്കടിച്ച് ഇരുത്തുമ്പോ അത് എല്ലാവരും കേട്ടുകൊണ്ടൊന്നും പോവില്ല. താങ്കളൊരു മന്ത്രി ആയതുകൊണ്ട് താങ്കളോട് നേരിട്ട് ഒരു വിഷയം പലർക്കും പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ബഹുജനം അത് പറഞ്ഞു തുടങ്ങി. താങ്കൾക്കെതിരെ ശക്തമായ അലയൊലികൾ ട്രോളിന്റെ രൂപത്തിൽ വന്നു തുടങ്ങി. ഇനി അതൊന്നും വേണ്ട. KSRTC താങ്കളുടെ വകുപ്പിലെ ജീവനക്കാരൻ, അതിലൊരു KSRTCയിലെ ഒരു പണിക്കാരൻ താങ്കളെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അതൊന്ന് കേട്ടുനോക്കിയാൽ താങ്കൾക്ക് മനസ്സിലാവും എത്രത്തോളം മതിപ്പ് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്ന്. ഒരു കാര്യം, സങ്കടകരമായ ഒരു കാര്യം പറയട്ടെ. താങ്കൾക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, കഴിവുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കഴിവ് പ്രകടിപ്പിക്കേണ്ട സ്ഥാനത്ത് ഇമാതിരി പട്ടിഷോ നടത്തുന്നതിനോടാണ് എതിർപ്പ്. മറ്റൊന്നിനല്ല. മന്ത്രിയായിരിക്കുന്നതിനോ മന്ത്രിയുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിനോ ഈ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതിനോ അല്ല. അതുകൊണ്ട് ഇമാതിരി പട്ടിഷോ കാണിക്കുന്ന താങ്കളെ കുറിച്ച് താങ്കളുടെ വകുപ്പിലെ ഉദ്യോഗസ്ഥന് പറയുന്നത് എന്താണെന്നൊന്ന് കേട്ടു നോക്ക്. എത്ര വണ്ടിക്കുണ്ട് ഈ ഡ്രൈവർക്ക് വെള്ളം കുടിക്കാൻ അതിന്റെ കേസ് വെച്ചിരിക്കുന്നത്? കുപ്പിവെള്ളം ഡ്രൈവർ എവിടെ കൊണ്ട് വെക്കണം? ഒരു കുപ്പി വെള്ളം മതിയോ? കോട്ടയത്തിന് ഇപ്പുറത്തെ ഏതോ ഡിപ്പോയിലെ വണ്ടിയാണെന്ന് ഞാൻ നോക്കുന്നത്. ഒരു മാധ്യമങ്ങളെ കൂട്ടത്തിൽ ഓൺലൈൻ മഞ്ഞപ്പത്രക്കാരെ കൊണ്ടു നടന്ന പട്ടിഷോ കാണിക്കുകയാണ് എന്ന് നാട്ടുകാർ പറയുക, എതിരാളികൾ പറയാണ് പട്ടിഷോയാണ് കാണിക്കുന്നതെന്ന്. ഇത് തൊഴിലാളികളുടെ നെഞ്ചത്തോട്ട് കയറുക. ഈ ചൂടത്ത് ഇരുന്ന് ഈ 1000-500 കിലോമീറ്റർ ഒരു ദിവസം ഇരുന്ന് ഓടിക്കുന്നവന്റെ മുമ്പിൽ വന്നിട്ടാണ് ഈ ഷോ കാണിക്കുന്നതെന്ന് ഓർക്കണം. തെരഞ്ഞെടുപ്പിന് ജയിക്കാനും സീറ്റ് കിട്ടാനും ഒക്കെ വേറെ വഴികളുണ്ട്. ദിവസം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ജീവനക്കാരന്റെ മുമ്പിലല്ല ഇത്തരത്തിലുള്ള ഷോകൾ കാണിക്കുന്നത്. മന്ത്രി ആദ്യം അന്വേഷിക്കുന്ന ആ വണ്ടിയെ വെള്ളം വെക്കാൻ ഇടയുണ്ടായിരുന്നോന്നാ? ഡ്രൈവർക്കും കണ്ടക്ടർക്കും കുടിക്കാൻ വെള്ളം 1 ലിറ്റർ വെള്ളം മതിയോ? കോട്ടയത്തിന് ഇപ്പറയുന്ന ഈ ഇത്രയും ചൂടുള്ള കാലാവസ്ഥയിൽ ഈ ചുട്ടുപൊള്ളുന്ന ഒരു എഞ്ചിൻ വരയ്ക്ക് അടുത്ത് ഇരുന്ന് ഈ വാഹനം ഓടിക്കുമ്പോൾ AC കാറിൽ പോകുന്ന ഒരുത്തന് ഈ 100 ഡിഗ്രി തിളച്ചു മറിയുന്ന ഈ റേഡിയേറ്റർ എഞ്ചിന്റെ ചൂടിന് സൈഡിൽ ഇരുന്നു കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരുത്തന്റെ നെഞ്ചിലെ വിഷമം മനസ്സിലായില്ല. എന്നിട്ട് വെള്ളം കുടിക്കാൻ 2 കുപ്പി വെള്ളം എടുത്ത് വെച്ചതിന്റെ പേരിൽ മാധ്യമങ്ങളെ വിളിച്ചു നിർത്തി പാർട്ടി ഷോ കാണിക്കാന്നല്ലേ ആൾക്കാർ പറയുന്നത്. അപ്പൊ മന്ത്രിക്ക് അത് അന്വേഷിക്കാനോ? വണ്ടി നിർത്തിയിട്ട് നോക്കി ഈ വണ്ടിയെ കുപ്പിവെള്ളം വെക്കാൻ ഇടയുണ്ടോ? നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളം വെക്കാനുള്ള ഇടയുണ്ട്? നിങ്ങളുടെ സാധനങ്ങൾ വേണ്ട ബാഗ് വെക്കാനുള്ള സൗകര്യം ഉണ്ടോ? വണ്ടിയുടെ ഡ്രൈവറുടെ കണ്ടക്ടറെ എന്തെങ്കിലും സാധനം വെക്കാനുള്ള സൗകര്യം ഉണ്ടോ? ടിക്കറ്റ് റാക്ക് വെക്കാനുള്ള സൗകര്യം ഉണ്ടോ? ഇതൊക്കെ ചോദിച്ചിട്ട് വേണം. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു നിൽക്കുന്ന KSRTC ജീവനക്കാരെ ഇലക്ഷന് ജയിക്കാനും ഷോ കാണിക്കാനും വേണ്ടി KSRTC ജീവനക്കാരെ അപമാനിക്കുന്ന പരിപാടി ബഹുമാനപ്പെട്ട മന്ത്രി അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇറക്കിയാലൊന്നും ബഹുമാനം കിട്ടില്ല. നിങ്ങൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് ആ ജീവനക്കാരെ പൊതുജന മധ്യത്തിൽ വെച്ച് അപമാനിച്ചതിന് പരസ്യമായിട്ട് മാപ്പ് പറയണം, അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ. Different angles. Don't forget to subscribe and support this channel.